1000-ലധികം വർഷങ്ങൾക്ക് പഴക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നായ കൂത്താട്ടുകുളം ശ്രീ മഹാദേവ ക്ഷേത്രം പരമശിവനും പാർവതിയും ഗണപതി സുബ്രഹ്മണ്യ സമേത സ്വയംഭൂവായി ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ശിവകുടുംബ ക്ഷേത്രം എന്ന ഒരു വലിയ പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് തന്നെയായി ഒരു വലിയ ആൽമരവും പഴയകാല പ്രൗഢി ഓർമ്മിപ്പിക്കുന്ന ഒരു ഗോപുരവും കാണാം. കാലപ്പഴക്കം കൊണ്ട് കുറേയേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ക്ഷേത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിരുന്നാലും ധാരാളം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ബലിക്കൽപുരയുടെ മുകളിലായി നിരവധി കൊത്തുപണികളും ചുവർ ചിത്രങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. മധ്യ കേരളത്തിലെ തന്നെ ഇത്രയും സാംസ്കാരിക പ്രാധാന്യമുള്ളതും ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നുമായ കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം 12-ാം നൂറ്റാണ്ടിലോ 13-ാം നൂറ്റാണ്ടിലോ നിർമ്മിക്കപ്പെട്ടതായിട്ടാണ് കരുതുന്നത്. കൂത്താട്ടുകുളം ടൗണിനോട് അടുത്തു തന്നെയായി MC റോഡിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയായിട്ട് മനോഹരമായ ഒരു വലിയ കുളവും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മുടെ പേജ് കൂടി ഫോളോ ചെയ്യാൻ മറക്കണ്ട.